ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന മുതഅല്ലിം സുഹൃത്തുക്കൾ, നാട്ടിലെ നേതാക്കൾ, കമ്മിറ്റി ഭാരവാഹികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംഘം അല്ലാഹുവിൻ്റെ ഫിർദൗസി എന്ന സ്വർഗ്ഗലോകത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രണ്ട് കണ്ണുകൊണ്ട് കാണുവാൻ അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ നിങ്ങളോട് അല്പസമയം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാദം തുണക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം, നിങ്ങൾ അതിനെ മനസ്സിലാക്കിയെടുക്കണം. ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തുകളെല്ലാം ഇരിക്കുന്ന ആ സദസ്സിലേക്ക് പെട്ടെന്നൊരാൾ കയറി വന്നു. അദ്ദേഹത്തിന്റെ മുഖമാണെങ്കിലോ വെളുത്ത മുഖമാണ്, അദ്ദേഹത്തിന്റെ വസ്ത്രമാണെങ്കിലോ വെളുത്ത വസ്ത്രമാണ്, അദ്ദേഹത്തിന്റെ മുടിയാണെങ്കിലോ കറുകറുത്ത മുടിയാണ്, അദ്ദേഹമാണെങ്കിലോ ഒരു യാത്രയിൽ വന്നതുപോലെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു ക്ഷീണത്തിലുണ്ടായിരുന്നില്ല. അദ്ദേഹം ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹനീയമായ സദസ്സിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടുകാലുടെ അകത്ത് അദ്ദേഹത്തിന്റെ മുട്ടുകാൽ ചേർത്ത് വെച്ചു. വദഅന യദൈഹി അലാ ഫഖ്സി, അദ്ദേഹത്തിന്റെ രണ്ട് കൈകൾ അദ്ദേഹത്തിന്റെ തൊടയിൽ വെച്ചു. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് ചോദിക്കുന്നു, ലോകത്തിന്റെ നായകനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുന്ന് അദ്ദേഹം ചോദിക്കുന്നു, അഖ്ബിറുനീ, പറഞ്ഞു തരുമോ നബിയേ, എൻ്റെ ഹബീബേ, എനിക്ക് പറഞ്ഞു തരുമോ അനിൽ ഇസ്ലാമി, ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ നബി എന്ന് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നായകനായ ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് മനോഹരമായി അദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നീട് അദ്ദേഹം രണ്ടാമതായി ചോദിക്കുന്നു, അഖ്ബിറുനീ, പറഞ്ഞു തരുമോ നബിയേ, പറഞ്ഞു തരുമോ നബിയേ അനിൽ ഈമാനി, ഈമാനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ നബിയേ, ഈമാനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരുമോ നബി എന്ന് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നായകനായ ഹബീബായ പൊന്നാര പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈമാനെ കുറിച്ച് അദ്ദേഹത്തിന് മനോഹരമായി പറഞ്ഞു കൊടുത്തു. പിന്നീട് അദ്ദേഹം മൂന്നാമതായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇഹ്സാൻ എന്നാൽ എന്താണ് നബിയേ, ഇഹ്സാൻ എന്നാൽ എന്താണ് നബിയേ എന്ന് ചോദിക്കുമ്പോൾ ലോകത്തിന്റെ നായകനായ ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇഹ്സാനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. മുഅ്മിനീങ്ങളെ, എന്താണ് പറഞ്ഞത് ഇഹ്സാനെ കുറിച്ച്? أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك. അല്ലാഹുവിനെ നീ കാണുന്നില്ലെങ്കിൽ അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. ബോധത്തോടെ നീ അല്ലാഹുവിന് വേണ്ടി നീ ഇബാദത്തുകൾ ചെയ്യണം. പക്ഷേ ഫഇന്നഹു യറാക, അല്ലാഹു നിന്നെ കാണുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച്, ഈമാനെ കുറിച്ച്, ഇഹ്സാനെ കുറിച്ച് അദ്ദേഹം അവിടെ നിന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹം ആ സദസ്സിൽ നിന്ന് തിരിഞ്ഞു പോയി. അദ്ദേഹം ആ സദസ്സിൽ നിന്ന് തിരിഞ്ഞു പോയി. സുമത്തലക്ക, അപ്പോൾ അയാൾ പോയി. ഫലബിസ്തുമലി, അവിടെ നിൽക്കുന്ന സുഹാബത്തുകളെല്ലാം അദ്ദേഹത്തിന് നിന്ന് നോക്കി. എന്റെ കാരണം അദ്ദേഹം ആരാണെന്നറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വന്നു. ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു, ഈമാനെ കുറിച്ച് ചോദിച്ചു, ഇഹ്സാൻ എന്നാൽ എന്നതിനെ കുറിച്ച് ചോദിച്ച് അവിടുന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നബി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയി. അയാൾ പോയി. അവിടെ ഇരിക്കുന്ന സഹാബത്തുകളെല്ലാം അദ്ദേഹത്തിന് നിന്ന് നോക്കി. അങ്ങനെ അവിടെ ഇരിക്കുന്ന ലോകത്തിന്റെ നായകനായ ഹബീബായ പൊന്നാര പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം അവിടെ നിന്ന് പോയതിന് ശേഷം അവിടെ ഇരിക്കുന്ന സഹാബത്തുകളെല്ലാം അദ്ദേഹത്തിന് നിന്ന് നോക്കുന്ന സമയം
സമയത്ത് ലോകത്തിന്റെ നായകനായ ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ചോദിക്കുന്നു, ലിയാ ഉമർ അതദ്രി അനിസായിലു. ഇപ്പോൾ വന്നത് ആരാണ് ഉമറേ? എൻ്റെ അടുത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നതാണ്. ഉമർ ഖത്താബ് തങ്ങളോട് അവിടുന്ന് ചോദിക്കുന്നതാണ്, എൻ്റെ അടുത്ത് വന്നത് ആരാണ് ഉമറേ? ഇസ്ലാമിനെ കുറിച്ച്, ഈമാനെ കുറിച്ച്, ഇഹ്സാനെ കുറിച്ച് എൻ്റെ അടുത്ത് ചോദിച്ച് ഞാൻ പറഞ്ഞത് ശരിയാണ് നബി എന്ന് പറഞ്ഞ് എൻ്റെ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയി ഉമറേ. അദ്ദേഹം ആരാണ് ഉമറേ എന്ന് ചോദിക്കുമ്പോൾ ധീരനുമായ ശക്തിശാലിയുമായ ഖത്താബിന്റെ മകൻ ഉമർ ഖത്താബ് തങ്ങൾ അവിടെ നിന്ന് പറയുന്നു, അല്ലാഹു വറസൂലുഹു അലം. നബിയേ, അല്ലാഹു വറസൂലുഹു അലം. അല്ലാഹുവിനും റസൂലിനും മാത്രമേ അറിയുള്ളൂ നബിയേ എന്നവിടെ നിന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ കൊട്ടാരത്തിന്റെ മുദർരിസായ, മദീനയുടെ കുപ്പത്തിന്റെ തൊട്ടടുത്ത മധ്യവിശ്രമം കൊള്ളുന്ന ലോകത്തിന്റെ നായകനായ ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരിക്കുന്ന സമയത്ത് പോലും നമ്മെ ഓർത്തോർത്ത് കരഞ്ഞ ലോകത്തിന്റെ നായകനായ ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, മുഅ്മിനീങ്ങൾ ആരാണ് നമുക്കെന്ന്? ഫഇന്നഹു ഹാസാ ജിബ്രീലു. മുഖറബിൽ അംലാഖ് ഒന്നാമത്തെ മലക്കുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്ന പരിചിതൻ വേറെ ആരുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് ഇസ്ലാമിനെ കുറിച്ച്, ഈമാനെ കുറിച്ച്, ഇഹ്സാനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നബി എന്ന് പറഞ്ഞ് ആ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോയ മുഅ്മിനീങ്ങളെ അദ്ദേഹം വേറെ ആരുമല്ല, ഒന്നാമത്തെ മലക്കുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആയിരുന്ന പരിചിതൻ. ദീനിന്റെ കാതരമായ ഭാഗമാണ് ഇഹ്സാൻ. താൻ ചെയ്യുന്നത് മുഴുവൻ അല്ലാഹു കാണുന്ന ബോധത്തോടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോഴാണ് ഒരാൾ മുഹ്സിനാകുന്നത്. ഒരാൾ പൂർണ്ണ മുഹ്സിനാകുന്നത് എങ്ങനെയാണെന്നറിയോ? മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കാൻ നാം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അയൽവാസികൾ, വീട്ടുകാർ, നാട്ടുകാർ, കൂട്ടുകാർ, നാം എല്ലാവരുമായും നന്മയിൽ വർദ്ധിക്കണം. അപ്പോഴാണ് നാം പൂർണ്ണ മുഹ്സിനീങ്ങളാകുന്നത്. എത്രത്തോളം പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ചു, നബിയേ എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള അമലുകൾ പറഞ്ഞു തരാമോ നബി എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ലോകത്തിന്റെ നായകനായ ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞത്, നീ മുഹ്സിനാവുക എന്നാണ് അവിടുന്ന് മറുപടി കൊടുത്തത്. അതാണ് എനിക്ക് സ്വർഗ്ഗത്തിലേക്ക് കടക്കാനുള്ള അമൽ എന്ന് അവിടുന്ന് ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പറഞ്ഞത്. സ്വർഗ്ഗത്തിൽ പറഞ്ഞാൽ അല്ലാഹുമായുള്ള ഇബാദത്തുകളിലും ആളുകളുമായുള്ള ബന്ധങ്ങളിലും നാം ഇഹ്സാൻ പാലിക്കുന്നവരായി മാറണം. അപ്പോഴാണ് നാം പൂർണ്ണ മുഅ്മിനീങ്ങളാകുന്നത്. അതുകൊണ്ട് നമുക്ക് മുഅ്മിനുമായും മുഹ്സിനുമായും ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, ഇവിടുത്തെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. പടച്ചവനെ തമ്പുരാനെ, അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരുണ്ട് അല്ലാഹുവേ, അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. അവരുടെ മാതാപിതാക്കൾ മരിച്ചവരുണ്ട് അല്ലാഹുവേ, അവരുടെ ഖബർ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഖുർആന്റെ എല്ലാ നസ്ൽ സവാബ് ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. ഖുർആന്റെ പ്രകാശം ആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനേ. പടച്ചവനെ തമ്പുരാനെ, നമുക്ക് ഇൽമു പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. അവിടുത്തെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. പടച്ചവനെ തമ്പുരാനെ, വിദേശത്ത് ജോലി ചെയ്യുന്ന അല്ലാഹുവേ, മുത്തുമുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനേ. പടച്ചവനെ തമ്പുരാനെ, മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കൂടെ മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് നിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൂമുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നീ നൽകണേ റഹ്മാനേ. പടച്ചവനെ തമ്പുരാനെ, മരിച്ചതിന് ശേഷം നിന്റെ ഹബീബ
ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിന്റെ ഫിർദൗസി എന്ന സ്വർഗ്ഗലോകത്തിൽ അല്ലാഹുവേ നീ കാണിച്ച് അവിടുന്ന് രണ്ട് കൈകൾ നിന്ന് നിന്റെ ഫിർദൗസി നിന്റെ ഹൗദുൽ കൗസർ എന്ന വെള്ളം കുടിക്കാനുള്ള നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. പഠിച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ നമുക്ക് ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. അല്ലാഹുവേ പഠിച്ചവനെ തമ്പുരാനെ ഇവിടുത്തെ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ അവരുടെ നിയ്യത്ത് നീ സ്വീകരിക്കണേ റഹ്മാനേ. പഠിച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കൾ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ റഹ്മാനേ. പഠിച്ചവനെ തമ്പുരാനെ ലോക മുസ്ലിമീങ്ങൾക്ക് ഐക്യം നൽകണേ റഹ്മാനേ. പഠിച്ചവനെയുടെ മഹാനുഭാവുണ്ട് അല്ലാഹുവേ ദർജ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ പഠിച്ചവനെ തമ്പുരാനെ അല്ലാഹുവേ ആദരവായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണിക്കണേ റഹ്മാനേ. അല്ലാഹുവേ സ്വർഗ്ഗലോകത്തിന്റെ ഹബീബായ പൊന്നാര മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിക്കാഹ് കാണാൻ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.